ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെത്തി. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർക്കെതിരായി ആ രാജ്യത്ത് വിപ്ലവം പുറപ്പെട്ടു. അതിലെ നേതൃത്വം തുടക്കത്തിലെ തുടങ്ങിയത് അവിടുത്തെ വിദ്യാർത്ഥി വർഗമായിരുന്നു. അവാമി ലീഗിലെ അല്ലെങ്കിൽ മുജിബുർ റഹ്മാൻ്റെ കാലഘട്ടത്തിലെ അന്നത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കളുടെ മക്കൾക്കുമൊക്കെ സർക്കാരിൽ 30% റിസർവേഷനുണ്ട്. ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് മുജിബുർ റഹ്മാനാണ് ഷെയ്ഖ് ഹസീനയുടെ പിതാവ്. ഇന്ത്യയിലെ ഗാന്ധിജിയിലെ പോലെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് ബംഗ്ലാദേശ് കൊടുത്തിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അതികായമായ ഒരു സ്റ്റാച്യു ആ ഡാക്കയിൽ തന്നെ നിൽപ്പുണ്ട്. മുജീബുർ റഹ്മാൻ അവരുടെ രാഷ്ട്രപിതാവാണ്. 1971 അദ്ദേഹം ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി വന്നു. 75 അദ്ദേഹം കൊല്ലപ്പെട്ടു. അവിടെ വിപ്ലവം അരങ്ങേറി. അതിനുശേഷം ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു. പിന്നീട് തിരിച്ചു വന്നു. അതിനുശേഷം അവിടുത്തെ നേതൃത്വം ഏറ്റെടുത്തു. ഏകദേശം 15 വർഷക്കാലം ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രിയായി ഒരു ഉരുക്ക് വനിതയായി അവരവിടെ നിലകൊണ്ടു. അവിടെ ഇടക്കാലത്ത് അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്ന മുൻ പട്ടാള മേധാവിയെ ആയിരുന്ന ആളുടെ ഭാര്യ ഖലീദ സിയ അവർ ഇടക്കാലത്ത് കുറേ വർഷം പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോഴവർ ജയിലിൽ കിടക്കുകയാണ്. ഏകദേശം 10, 16, 17 വർഷമായിട്ട് അവർ ജയിൽവാസമാണ്. ഷെയ്ഖ് ഹസീനയുടെ കാലഘട്ടം മുഴുവൻ അവർ ജയിലിൽ തന്നെ കിടക്കുകയാണ്. അവരുടെ ബംഗ്ലാദേശ് നാഷണൽ അവാമി പാർട്ടി എന്നൊരു സംഘടന, ഒരു രാഷ്ട്രീയ സംഘടന അവർക്കുണ്ട്. ഖലീദ സിയ ആ സംഘടനയുടെ നേതാവാണ്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ അക്രമങ്ങൾക്കും അവിടെ അധികാര കൈമാറ്റത്തിനും ഒരു കാരണം ഖലീദ സിയ ജയിലിൽ നിന്ന് അവർ നയിക്കുന്ന ആ പാർട്ടിയുടെ വിപ്ലവം മൂലമാണ്. തീർച്ചയായിട്ടും അവരെ സംബന്ധിക്കുന്നിടത്തോളം ജയിൽവാസം കഴിഞ്ഞ് അവർക്ക് പുറത്തിറങ്ങണം. ഇപ്പോഴത്തെ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികളുടെയും ജമാഅത്തെ ഇസ്ലാമിൻ്റെയും ഒക്കെ സമരം മുന്നോട്ട് വന്ന് ജയിലിൽ നിന്ന് അവരെ മോചിപ്പിച്ചതായിട്ടാണ് മനസ്സിലാകുന്നത്. അവർ വീട്ടുതടങ്കലിലായിരുന്നു ഇടക്കാലത്ത് സുഖമില്ലാതെ വന്നപ്പോൾ. എന്തായാലും ബംഗ്ലാദേശിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അവർ നേരെ ഹെലികോപ്റ്റർ അഗർത്തലയിൽ വന്നു. അവിടുന്ന് ഇന്ത്യയിലെ കൽക്കട്ടയിലെത്തി. അഗർത്തലയിൽ നിന്ന് അവർ കൽക്കട്ടയിൽ വന്ന ശേഷം ഇപ്പം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. അവർക്ക് ഡൽഹി ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് അവർക്ക് നല്ല സ്വാധീനമുള്ള വ്യക്തിയാണ്. മുജീബുർ റഹ്മാൻ്റെ കാലഘട്ടം മുതൽ ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ബംഗ്ലാദേശിൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്ത്യയുടെ തീർച്ചയായിട്ടും ശക്തമായ പിന്തുണ കൊണ്ട് തന്നെയായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യയുടെ വടക്ക് വശം ചൈന നമ്മുടെ ശത്രുവാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് വശം പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്. ഇപ്പം കിഴക്ക് വശം ബംഗ്ലാദേശും ഇന്ത്യക്കെതിരായ ഒരു നീക്കം തന്നെയായിരുന്നു അവിടെ നടന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ തെക്കറ്റം മാലി ദ്വീപിൽ ഉണ്ടായ അധികാര കൈമാറ്റം, അവർ ചൈനയോട് ഒട്ടിനിന്ന് ഇന്ത്യക്കെതിരായിട്ടൊന്ന് നടന്നു നോക്കി. അത് വിലപ്പോയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഇന്ത്യയുടെ അതിർത്തി ഭാഗമായ ബംഗ്ലാദേശിൻ്റെ ശക്തി അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ പിന്തുണ ഇന്ത്യക്കുണ്ടായിരുന്നു. ഏതായാലും ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് വളരെയധികം കടപ്പെട്ട പ്രൈം മിനിസ്റ്ററായിരുന്നു. ഇന്ത്യയുടെ എല്ലാ കാര്യത്തിലും അവരുടെ പിന്തുണയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അവരെ അധികാരത്തിൽ നിന്ന് ഭ്രഷ്ടാക്കിയത് തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് ദോഷം ചെയ്യും. അവരുടെ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ആ ജനകീയ മുന്നേറ്റം അത് വിദ്യാർത്ഥികളാണ് തുടങ്ങി വെച്ചത്. അതിൻ്റെ കാരണം
മുജീബ് റഹ്മാൻ്റെ കാലഘട്ടത്തിൽ ബംഗ്ലാദേശ് വിമോചിപ്പിക്കാൻ ആ അവാമി ലീഗിലുള്ള അന്ന് പ്രവർത്തിച്ചവരുടെ മക്കളുടെ മക്കൾക്കും സർക്കാരിൽ 30% ജോലി അവിടെ സംവരണം ചെയ്തിരുന്നു. അങ്ങനെ ചെയ്ത് ഒരു ഓർഡർ അടുത്ത കാലത്ത് വന്നു. അതിനെതിരെ അതിശക്തമായ പ്രക്ഷോഭണം തുടങ്ങി വിദ്യാർത്ഥികൾ. ആ പ്രക്ഷോഭണത്തിൽ തിക്തഫലം പതുക്കെ ആ രാജ്യം അനുഭവിക്കാൻ തുടങ്ങിയപ്പം അത് രാജ്യത്തിന് ഇപ്പം ഭരിക്കുന്നവർക്ക് ഭീഷണിയാവും എന്ന് മനസ്സിലാക്കി ആ 30% 5% കുറച്ചു ഷെയ്ഖ് ഹസീന. പക്ഷേ അവിടുത്തെ പ്രക്ഷോഭത്തിന് ശാന്തതയുണ്ടായില്ല. അത് വളരെ അധികം കാൽക്കുലേറ്റഡായി. 15 വർഷം കഴിഞ്ഞപ്പം പ്രതിപക്ഷങ്ങൾ ശക്തരായി. കാളിദാസിയയുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി BNPയും അവരുടെ ഒപ്പം അവിടുത്തെ ജമാഅത്തും ആ ഒരു മുസ്ലിം സംഘടനയും ഇവരോട് ഒത്തുചേർന്ന് രാജ്യത്തിൻ്റെ അധികാരം ഇപ്പം പിടിച്ചെടുത്തിരിക്കുകയാണ്. അതേസമയത്ത് അവിടുത്തെ ഡാക്കയിലെ ആർമി ചീഫ് വാക്കർ ഉസ് സമൻ എന്ന അദ്ദേഹത്തിൻ്റെ കൈകളിലാണ് രാജ്യത്തിൻ്റെ ഭരണം ഇപ്പം നിൽക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ ഷെയ്ഖ് ഹസീനയോട് കൂറുള്ള ആർമിയുടെ ചീഫ്. അദ്ദേഹം തന്നെയാണ് തിങ്കളാഴ്ച അവിടുന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ സംവിധാനവും ചെയ്തു കൊടുത്തത്. ഹെലികോപ്റ്ററിൽ അവിടുന്ന് ഇന്ത്യയുടെ അഗർത്തലയിലെത്തി. അവിടുന്ന് ഇപ്പം നമ്മുടെ തലസ്ഥാനത്ത് അവരുണ്ട്. ഇന്ത്യയിലെ രാഷ്ട്രീയകാര്യ സമിതി ഈ അടിയന്തര ഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അവർ എമർജൻസിയായിട്ട് ഇന്ത്യയുടെ സുരക്ഷിതത്വം അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യത്തെപ്പറ്റി ദീർഘമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ വിവരങ്ങൾ, ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്താണ് ഈ കാര്യത്തിലെന്ന് ഇതുവരെ വെളിയിലോട്ട് വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. എങ്കിലും വളരെ സൂക്ഷിച്ചാണ് ഇന്ത്യ ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നത്. മോഡിയുടെ ക്യാബിനറ്റിൽ അടിയന്തരമായി പങ്കെടുത്തവർ അത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ നയത്തിനും ഇനിയുള്ള ബംഗ്ലാദേശിനുള്ള ഇന്ത്യയുടെ പെരുമാറ്റങ്ങളും ബംഗ്ലാദേശിൽ നിന്ന് നിഷ്കാസിതയായ ഷെയ്ഖ് ഹസീനയുടെ അടുത്ത നടപടികളും ഇതിനെയൊക്കെ ബാധിക്കുന്ന പല കാര്യങ്ങളിലും തീരുമാനമെടുക്കേണ്ടി വരും. ഏതായാലും അടിയന്തരമായി മോഡിയുടെ ക്യാബിനറ്റ് കൂടി രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു, അമിത്ഷാ ഉണ്ടായിരുന്നു, നിർമ്മല സീതാരാമൻ ഉണ്ടായിരുന്നു, എസ് ജയശങ്കർ ഉണ്ടായിരുന്നു, അജിത് ഡോവലുണ്ട്. അത്രയും പേരാണ് നയപരമായി ബംഗ്ലാദേശിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത്. വളരെ സൂക്ഷിച്ചാണ് ഇന്ത്യ ആ കാര്യത്തിൽ കൈകാര്യം ചെയ്യുന്നത്. അതേസമയത്ത് നമ്മൾ ആലോചിക്കണം, ഇതിനകത്ത് നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ചൈനയും പാകിസ്ഥാനും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഇപ്പം ഉരുത്തിരിഞ്ഞു വന്ന ആ രാഷ്ട്രീയ മുന്നേറ്റത്തിൽ തലപ്പത്തിരിക്കുന്നവരും ഇന്ത്യയുടെ ശത്രുക്കൾ തന്നെ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ശ്രീലങ്കയിലെ പ്രശ്നം. ശ്രീലങ്കയിലെ അധികാര കൈമാറ്റം ഉണ്ടായത് അതിൻ്റെ നാടകീയതയൊക്കെ നമുക്കറിയാം. കാരണം അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ കൊട്ടാരം കൈയേറിയ എങ്ങനെയാണോ അതിൻ്റെ ഒരു തനിയാവർത്തനം തന്നെയായിരുന്നു ബംഗ്ലാദേശിലും. ശ്രീലങ്കയിലെ കൊട്ടാരം കൈയേറി ജനങ്ങൾ അവിടുത്തെ പ്രസിഡന്റ് നിഷ്കാസനായി. പ്രസിഡന്റ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ആ കൊട്ടാരത്തിലെ മുഴുവൻ വസ്തുതകളും അവിടുത്തെ സമരക്കാർ കടത്തിക്കൊണ്ടുപോയി. അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡാക്കയിലെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ വസതി, ആ കൊട്ടാരം ജനങ്ങളും അവിടുത്തെ വിദ്യാർത്ഥികളും കയ്യേറി അവിടെയുള്ള സർവ്വ സാധനങ്ങളും അവർ കടത്തിക്കൊണ്ടുപോയത് നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീലങ്കയിൽ ഒരു തനി ആവർത്തനം തന്നെ. ഇന്ത്യ വളരെ സൂക്ഷിച്ച് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം അതിലേക്ക് തന്നെയാണ് ഇന്ത്യ ഇപ്പം സംയമനം പാലിച്ച് ഇതേപ്പറ്റി പ്രതികരിക്കാതെ ഇരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യക്ക് സപ്പോർട്ടുള്ള ഒരു സ്ട്രോങ് ഗവൺമെൻറ് ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ നിലനിൽപ്പിനും ആവശ്യം തന്നെയാണ്. കാരണം ബംഗ്ലാദേശിലുണ്ടാകുന്ന ഈ അൺട്രസ്റ്റുകൾ അത് തീർച്ചയായിട്ടും അവിടുന്ന് പല ആൾക്കാരും നമ്മുടെ ബോർഡറിലുള്ള ഹിന്ദുക്കളും അതുപോലെ മുസ്ലിംസും ഒക്കെ പലരും അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് നമ്മുടെ ബംഗാളിലേക്കും നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരേണ്ട സാഹചര്യം ഉണ്ടാവും. കാരണം അവിടെ ഉണ്ടാകുന്ന ആ ചലനങ്ങൾ തീർച്ചയായിട്ടും അത് ഇന്ത്യക്ക് എതിരായിട്ട് നടത്തുന്ന ഒരു ചലനമായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യ വളരെ സൂക്ഷിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അവിടെ ഇന്ത്യക്ക് അനുകൂലമായ
ഒരു ഷെയ്ഖ് ഹസീന അല്ലെങ്കിൽ അവരുടെ പിൻതലമുറക്കാരുടെ ഒരു ഭരണം ഇന്ത്യക്ക് ആവശ്യമാണ്. കാരണം അത് ഇന്ത്യയുടെ രാജ്യസുരക്ഷിതത്വത്തിനും ഇന്ത്യയുടെ നിലനിൽപ്പിനും അടിയന്തരമായ ഒരു ആവശ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മുജീബുർ റഹ്മാൻ 1971 അവിടെ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് ഇന്ത്യയുടെ സഹായം ധാരാളം ഉണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യയോട് ബംഗ്ലാദേശ് അന്ന് വേണമെങ്കിൽ ചേർക്കാമായിരുന്നു. പക്ഷേ അതിലൊന്നും തയ്യാറാകാതെ ഇന്ത്യ അതൊരു സ്വതന്ത്ര രാഷ്ട്രമായി തന്നെ അത് നിലനിർത്താൻ വേണ്ട സഹായങ്ങൾ ഇന്ത്യ ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ ജന്മം. 1971 ശേഷം 75 മുജീബുർ റഹ്മാൻ വധിക്കപ്പെടുക ഉണ്ടായത്. അപ്പോൾ അവിടുത്തെ നേതാക്കന്മാർക്ക് അവിടെ ഒരു സുരക്ഷിതത്വം ആ രാജ്യം ഭരിക്കുന്നവർക്കില്ല. 1-2 പ്രാവശ്യം ആ രാജ്യം വിട്ടോടിയിട്ടുണ്ട് ഷെയ്ഖ് ഹസീന. പിന്നീട് വന്ന് ജനാധിപത്യം പുനഃസ്ഥാപിച്ച് അവർ ഇത്രയും വർഷം 10-15-16 വർഷത്തോളം അവിടെ ഭരണം നടത്തിയെങ്കിലും ഇപ്പോഴും അവർക്ക് അവിടുന്ന് ഓടി രക്ഷപ്പെടുത്തേണ്ടി വന്നു. ഏതായാലും ഈ ഒരു സംഭവവികാസം ഇന്ത്യ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ബംഗ്ലാദേശിലെ അടുത്ത ഭരണത്തിൽ വരുന്ന ആരായാലും ശരി, ഇന്ത്യയുടെ നയമനുസരിച്ച് ഇന്ത്യ വളരെ സൂക്ഷിച്ച് വേണം അവരുമായിട്ട് കൈകാര്യം ചെയ്യാനെന്ന് ഇന്ത്യയിലെ ഇവിടുത്തെ ബ്രെയിൻ ടീമിന് അറിയാം. അതുകൊണ്ട് ഇതുവരെ ഇന്ത്യ ഈ കാര്യത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയില്ല. കലാപത്തിൽ ഏകദേശം 197 പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ ആർമി ചീഫ് വേക്കർ ഉസ് സമൻ അവിടെ ജനാധിപത്യപരമായ ഒരു ഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം അത് അവിടുത്തെ പ്രസിഡൻ്റ് അടുത്ത് ഈ ആർമി ചീഫ് ഇപ്പോൾ അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു ഇടക്കാല ഗവൺമെൻറ് അവിടെ രൂപീകരിക്കണം, അതിന് പ്രസിഡൻ്റ് സഹായിക്കണം എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ഇടക്കാല ഗവൺമെൻറ് ഒപ്പം തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ പ്രക്ഷോഭകരുടെ ചില ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തി, വിദ്യാർത്ഥികളുടെ പ്രതിനിധികൾ ഉൾപ്പെടുത്തി വേണം ഉണ്ടാക്കാൻ. കാരണം രാജ്യം അരക്ഷിതാവസ്ഥയിലേക്ക് പോകാതെ, ഒരു എമർജൻസിയിലേക്ക് പോകാതെ രാജ്യം ഇതിൻ്റെ ജനാധിപത്യ പ്രവണത നിലനിർത്താനുള്ള ഒരു ശ്രമം ഏതായാലും ആർമി ചീഫിൻ്റെ പ്രസ്താവനയിൽ നിന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ശുഭകരമായ ഒരു എൻഡ് ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു.